Hello dears, I am your teacher Amma and welcome back to my easy English class. Today I will talk about my school life. Today I will talk about my school life. I studied at KSB School, Karipod, Palakkad district. I studied at KSB School, കരിപ്പോട് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. ഞാൻ പഠിച്ചത് KSB സ്കൂൾ കരിപ്പോട് പാലക്കാട് ജില്ലയിലാണ്. ഇറ്റ് വാസ് കൃഷ്ണൻ മാസ്റ്റർ ഹു ടോട്ട് മീ ഇൻ ഫസ്റ്റ് ഗ്രേഡ്. ഇറ്റ് വാസ് കൃഷ്ണൻ മാസ്റ്റർ ഹു ടോട്ട് മീ ഇൻ ഫസ്റ്റ് ഗ്രേഡ്. 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് കൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു. മൈ സ്കൂൾ വാസ് ഇൻ എ വില്ലേജ്. മൈ സ്കൂൾ വാസ് ഇൻ എ വില്ലേജ്. എൻ്റെ സ്കൂൾ ഒരു ഗ്രാമത്തിൽ ആയിരുന്നു. ദാറ്റ് വാസ് ദ സ്കൂൾ വേർ ഐ സ്റ്റഡീഡ് ഇൻഡിപെൻഡൻ്റ്ലി. ദാറ്റ് വാസ് ദ സ്കൂൾ വേർ ഐ സ്റ്റഡീഡ് ഇൻഡിപെൻഡൻ്റ്ലി. ആ സ്കൂളിലാണ് ഞാൻ സ്വതന്ത്രയായി പഠിച്ചത്. യെസ്, ഐ ഹാവ് ആക്റ്റഡ് ഇൻ എ പ്ലേ. യെസ്, ഐ ഹാവ് ആക്റ്റഡ് ഇൻ എ പ്ലേ. ഞാൻ അന്ന് ഒരു നാടകത്തിൽ അഭിനയിച്ചിരുന്നു. സുകുമാരൻ സർ, മാത്സ് ടീച്ചർ, ആൻഡ് വിജയൻ സർ, മലയാളം ടീച്ചർ, were the 2 teachers who encouraged my abilities. എൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച 2 അധ്യാപകരായിരുന്നു സുകുമാരൻ മാഷും വിജയൻ മാഷും. I will always be grateful to them. I will always be grateful to them. ഞാൻ എപ്പോഴും ആ 2 അധ്യാപകരെ ഓർത്തുകൊണ്ടേയിരിക്കും. എല്ലാ അധ്യാപകരെയും ഓർത്തുകൊണ്ടിരിക്കും. സ്പെഷ്യലി ഈ 2 അധ്യാപകരെ ഓർത്തുകൊണ്ടേയിരിക്കും. ഐ സ്റ്റിൽ പാസ് ബൈ ദ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ഐ സ്റ്റഡീഡ് അറ്റ് ഫ്രം ടൈം ടു ടൈം. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോവാറുണ്ട്. സ്കൂളിനെ നോക്കി പോവാറുണ്ട്. ഓർമ്മകൾ അയവിറക്കാറുണ്ട്. ദാറ്റ്സ് മൈ അങ്കിൾസ് സ്കൂൾ ആസ് വെൽ. അത് എൻ്റെ അമ്മാവിൻ്റെ സ്കൂൾ കൂടിയായിരുന്നു. ദാറ്റ്സ് മൈ അങ്കിൾസ് സ്കൂൾ ആസ് വെൽ. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ ടീച്ചർ അറ്റ് ദാറ്റ് സ്കൂൾ. ഞാൻ എപ്പോഴും ആ സ്കൂളിലെ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു. നൗ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ സ്കൂൾ ലൈഫ്. ഐ സ്റ്റഡീഡ് അറ്റ് KSB സ്കൂൾ കരിപ്പോട് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. It was Krishnan master who taught me in first grade. My school was in a village. That was the school where I studied independently. Yes, I have acted in a play. So Kumaran sir and Vijayan sir were the 2 teachers who encouraged my abilities. I will always be grateful to them. I still pass by the front of the school I studied at from time to time. I have always wanted to become a teacher at that school. That is my uncle's school as well. That is my uncle's school as well. Dear friends, can you describe about your school life? Hi friends, ഗ്രാമറിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കർത്താവ്, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം, കർത്താവ് ചെയ്യുന്ന പണി. ഇതെപ്പോഴും ഒരു നൗൺ ആയിരിക്കും സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എപ്പോഴും ഒരു വെർബായിരിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ നാമം, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ക്രിയയെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. എക്സാമ്പിൾ ഹി, ദേ, ഷീ, വി ഇതെല്ലാം സബ്ജക്റ്റാണ്. ഹി അവൻ, ദേ അവർ, ഷീ അവൾ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഇനി പ്രെഡിക്കേറ്റിന് എക്സാമ്പിൾസ് നോക്കൂ. ഈറ്റ്സ്, ടോക്ക്, റൈറ്റ്സ്, പ്ലേ ഇവിടെയെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കർത്താവ് അഥവാ സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രെഡിക്കേറ്റ് ആയി അറിയപ്പെടുന്നത്. നോക്കൂ, ഹി ഈറ്റ്സ് അവൻ ഭക്ഷണം കഴിക്കുന്നു. അവൻ കഴിക്കുന്നു. അവനാണ് സബ്ജക്റ്റ്. കഴിക്കുന്നു എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ദേ അവർ ടോക്ക് വർത്തമാനം പറയുന്നു. ദേ ആണ് ഇവിടെ സബ്ജക്റ്റ്. ടോക്ക് ആണ് ഇവിടെ പ്രെഡിക്കേറ്റ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ,
ഷീ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൾ എഴുതുന്നു. അവളാണ് ഇവിടെ സബ്ജക്റ്റ്. റൈറ്റ്സ് എഴുതുന്നു എന്നുള്ളതാണ്, എഴുതുക എന്നുള്ളതാണ് ഇവിടെ പ്രെഡിക്കേറ്റ്. വി പ്ലേ നമ്മൾ കളിക്കുന്നു. അതായത് നമ്മൾ എന്നുള്ളത് സബ്ജക്റ്റും പ്ലേ എന്നുള്ളത് പ്രെഡിക്കേറ്റും ആണ്. ഇനി ഒരു വാക്യത്തിൽ കാര്യം പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ സംഭവം, ഇതിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. ഒരു വാക്യം നമ്മൾ എഴുതുമ്പോൾ അതിൽ കാര്യം പറയുന്ന ആൾ അല്ലെങ്കിൽ കാര്യം പറയുന്ന വസ്തു അല്ലെങ്കിൽ കാര്യം പറയുന്ന സംഭവം, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എ സബ്ജക്റ്റ് ഈസ് വാട്ട് ഓർ ഹൂ ദ സെന്റൻസ് ഈസ് അബൌട്ട്. ഈ സെന്റൻസ് എന്ന് പറയുന്ന വാക്യം എന്തിനെ കുറിച്ചാണോ പറയുന്നത്, ആരെ കുറിച്ചാണോ പറയുന്നത്, ആ ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വൺസ് മോർ, എ സബ്ജക്റ്റ് ഈസ് വാട്ട് ദ സെന്റൻസ് ഈസ് അബൌട്ട്. സെന്റൻസ് എന്തിനെ കുറിച്ചാണോ ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഭവം ആയിരിക്കും സബ്ജക്റ്റ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമർ നോട്ടിൽ എഴുതി വയ്ക്കുക. വാട്ട് ഈസ് എ സബ്ജക്റ്റ്? യെസ്, എ സബ്ജക്റ്റ് ഈസ് വാട്ട് ഓർ ഹൂ ദ സെന്റൻസ് ഈസ് അബൌട്ട്. എന്തിനെ കുറിച്ചാണോ ആരെ കുറിച്ചാണോ ഒരു വാക്യം പറയുന്നത് അയാളാണ് സബ്ജക്റ്റ്. ഇനി പ്രെഡിക്കേറ്റ് നോക്കൂ. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് കർമ്മമാണല്ലേ, സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പ്രെഡിക്കേറ്റ്. യെസ്, വാട്ട് ഈസ് എ പ്രെഡിക്കേറ്റ്? ദ പ്രെഡിക്കേറ്റ് ടെൽസ് വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഓർ ഈസ്. ദ പ്രെഡിക്കേറ്റ് ടെൽസ്, പ്രെഡിക്കേറ്റ് പറയുന്നത് വാട്ട് ദ സബ്ജക്റ്റ്, കർത്താവ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആകുന്നത്, അതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ എഴുതി വയ്ക്കുക. ദ പ്രെഡിക്കേറ്റ് ടെൽസ് വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഓർ ഈസ്. ഇപ്പോൾ നോക്കൂ ഉദാഹരണം. രവി ഒരു പുസ്തകം വായിക്കുന്നു. ഇവിടെ രവിയാണ് സബ്ജക്റ്റ്. രവി ഈസ് റീഡിംഗ് എ ബുക്ക്. രവി ഈസ് the subject. And what is the predicate? Is reading a book is the predicate. Is reading a book. രവി ഒരു പുസ്തകം വായിക്കുന്നു. ഒരു പുസ്തകം വായിക്കുന്നു എന്നുള്ളതാണ് predicate. രവി ഒരു പുസ്തകം വായിക്കുന്നു. രവി സബ്ജക്റ്റും ഒരു പുസ്തകം വായിക്കുന്നു എന്നുള്ളത് പ്രെഡിക്കേറ്റും ആണ്. രവി എന്നുള്ളത് കർത്താവാണ്, ഒരു പുസ്തകം വായിക്കുന്നു എന്നുള്ളത് കർമ്മമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ പഠിച്ചത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമാണ്. ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അതിൽ എഴുതുന്നു. സബ്ജക്റ്റ് ഒരു നൗണാണ്, പ്രെഡിക്കേറ്റ് ഒരു വെർബാണ്. മലയാളത്തിൽ കർത്താവെന്നും കർമ്മമെന്നും അറിയപ്പെടുന്നു. എക്സാമ്പിൾസ് ഫോർ സബ്ജക്റ്റ് ഓർ ഹി, ദേ, ഷീ, വി. എക്സാമ്പിൾസ് ഫോർ predicate or eats, talk, writes and play. Subject. What is a subject? A subject is what or who the sentence is about. What is a predicate? The predicate tells what the subject does or is. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് അത് പഠിക്കുമല്ലോ, കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. See you in the next class. Bye bye.